പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കേട്ട ഈ ശരണവിളികൾ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ വളരെ പരിശുദ്ധമായി കാണുന്ന ശബരിമലയുടെ 18 പടികൾ കയറുമ്പോൾ ഉരുവിട്ട മന്ത്രങ്ങളല്ല. നമ്മുടെ സഹോദരങ്ങൾ ശബരിമല ലക്ഷ്യമാക്കി പുറപ്പെടുന്നത് മുതൽ യാത്രാമധ്യേ ഇടവേളകളിൽ വിശ്രമമില്ലാതെ അവർ പരിശുദ്ധമായി കാണുന്ന ഈ ശരണവിളികൾ വിളിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് പോകാറുണ്ട്. വാസ്തവത്തിൽ ആ പാവനമായി അവർ കാണുന്ന ശബരിമലയുടെ പരിസരത്തുള്ള ശരണവിളികളല്ല. എവിടെയാണ് ആ ശരണവിളികൾ ആവേശത്തോടെ ആ സഹോദരങ്ങൾ ഉരുവിട്ടത്? ഗുരുവായൂർ ശ്രീകോകുലം സ്കൂളിൻ്റെ മുറ്റത്താണ്, അതിൻ്റെ ഗേറ്റിൻ്റെ മുൻവശത്താണ്. എന്താണ് വിഷയമെന്ന് നാം അറിഞ്ഞിട്ടുണ്ടാവും. ശബരിമലയിലേക്ക് പോകാൻ വ്രതമെടുത്ത ഒരു വിദ്യാർത്ഥി ആ മതത്തിൻ്റെ ആചാരഭാഗമായ കറുത്ത വസ്ത്രം ധരിക്കുക എന്ന അവർ പാവനമായി കാണുന്ന, പരിശുദ്ധമായി കാണുന്ന, ആധ്യാത്മികമായ വ്യാഖ്യാനങ്ങളുള്ള ആ വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ ഈ സ്കൂളിൽ നിന്നും 10 ദിവസമായി ആ വിദ്യാർത്ഥിയെ പുറത്താക്കിയിട്ടുണ്ട്. സ്വാഭാവികമായ പ്രതിഷേധങ്ങൾക്കും വിയോജിപ്പുകൾക്കും അവകാശമുള്ള നാടാണ്, രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മൾ അത്തരത്തിൽ അങ്ങനെ അതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നു, ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു വിഷയം, മതചിഹ്നവുമായി ബന്ധപ്പെട്ട വിഷയം, വ്യക്തിപരമായ വിഷയം, നമ്മുടെ ഒരു സഹോദരി, ഒരു വിദ്യാർത്ഥി പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിൽ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിലുണ്ടായ അനാവശ്യമായിട്ടുള്ള വിവാദം, അത് ആസൂത്രിതമായിരുന്നോ, അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ആർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത്, മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് നമ്മുടെ നാട് വഴികൊടുക്കാറില്ലായിരുന്നു. അങ്ങനെയുള്ള വിവാദങ്ങൾ കേട്ട് നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടാറില്ലായിരുന്നു. നമ്മുടെ നാട് മതേതര രാജ്യമെന്ന് പറയുന്നത് പോലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പറയാത്തൊരു വാക്കുണ്ട്, മതേതര കേരളം. മതേതര കേരളമെന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ അവരുടെ നാടിനെ ചേർത്ത് പറയാറുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. മതേതര കേരളം, എത്ര മനോഹരമാണ് ആ വാക്ക്. നമ്മൾ വലിയ വിശാല മനസ്സുള്ളവരാണ്, കാഴ്ചപ്പാടുള്ളവരാണ്. ഒരിക്കലും വർഗീയ വിഷലിപ്തമായിട്ടുള്ള ഒരു ചെറിയ പരാമർശങ്ങൾ പോലും നാം നടത്തുന്നതിനെ അസാരസ്യപ്പെടുന്നവരും അതിനെ അനിഷ്ടത്തോടെ നോക്കുന്നവരുമാണ്. ഒരിക്കലും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ അതിന് സ്ഥാനമില്ലാത്ത ഒരിടമായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി ആരൊക്കെയോ ഇത് ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ നാടിൻ്റെ മഹത്വവും തനിമയും നമ്മുടെ നാടിൻ്റെ പാരമ്പര്യവും പരിശുദ്ധിയും ഒക്കെ നാം കാത്തു സൂക്ഷിക്കുന്നതിനോടൊപ്പം നാം ഈ 2 വിഷയങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, മുൻകാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ തൊപ്പിയിട്ട് സ്കൂളിൽ പോയിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് തൊപ്പിയിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഹിജാബ് ധരിച്ചും നിക്കാബ് ധരിച്ചുമൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ മതകീയ ചിഹ്നങ്ങളെ കാര്യമായി പരിരക്ഷിക്കപ്പെട്ടിരുന്നൊരു കാലം മുൻകാലത്താണ്. ഇപ്പോൾ കുറച്ച് മോഡേണായി എന്ന് മാത്രം. പക്ഷെ ഇതിനേക്കാളും വളരെ കർശന സ്വഭാവത്തിൽ അവരവരുടെ മതങ്ങൾ അനുശാസിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ സ്കൂളുകളിൽ, വിദ്യാലയങ്ങളിലൊക്കെ പഠിച്ചിരുന്നൊരു സമയമുണ്ട്. ഒരുപക്ഷെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ട്. കുരിശുമാല അണിഞ്ഞുകൊണ്ട് എത്രയോ വിദ്യാർത്ഥികൾ ഉയർന്ന വലിയ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. ചെറിയ തല മുതൽ തന്നെ പഠിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറിയിട്ട എത്രയോ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ സന്തോഷത്തോടുകൂടി അവരുടെ മതചിഹ്നങ്ങളായി അവർ കണക്കാക്കുന്നതിന് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെ തൊപ്പിയിട്ട വിദ്യാർത്ഥിയും കുരിശുമാലയിട്ടവനും കുറിയിട്ടവനുമൊക്കെ ചേർന്നിരുന്ന് പഠിച്ചിരുന്ന, ഒരുപക്ഷെ ഒരു പാത്രത്തിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാം അറിയുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് ക്രൈസ്തവ സഹോദരങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂളിലും അത്തരത്തിൽ വിവാദങ്ങൾക്ക് വഴിമാറാതെ വളരെ അത്യാവശ്യം സാഹോദര്യത്തോടു കൂടി പോയിരുന്ന ഒരു നല്ല കാലം നമുക്കുണ്ടായിരുന്നു. ഹൈന്ദവ സഹോദരങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും അത്തരം മതം, അവരവരുടെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോയിരുന്ന ഒരു മനോഹരമായ കാലമുണ്ടായിരുന്നു. മനസ്സമാധാനമുള്ളൊരു കാലമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഇതുകൊണ്ട് ആരാണ് മുതലെടുക്കുന്നത്, ഇതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാകുന്നത്, എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ നന്മ മനസ്സുകൾ എപ്പോഴും, ഞാൻ ഈ 2 വിഷയത്തിലും ഒന്നുപോലെ ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ആ ഹിജാബിൻ്റെ വിഷയത്തിലും ഈ കറുത്ത വസ്ത്രം ധരിച്ച
ആ മതത്തിന്റെ ചിഹ്നമായി അവരുപയോഗിക്കുന്ന ആ വസ്ത്രത്തിനെ നിരോധിച്ച വിഷയത്തിലും അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തിയ വിഷയത്തിലും രണ്ടിലും ഞാൻ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കാരണം അവരവരുടെ മതങ്ങൾ അനുശാസിക്കുന്ന രൂപത്തിൽ മുൻകാലത്ത് പഠിച്ചിരുന്നത് പോലെ ആ ഒരു സന്തോഷത്തോടുകൂടി ഒരു അസഹിഷ്ണുതയില്ലാതെ സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാലം. ആർക്കാണ് ഇവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നത്? ആർക്കാണ് ഇവിടെ ഭയപ്പാടുണ്ടാകുന്നത്? ആർക്കാണ് ഇത് കാണുമ്പോൾ അലോസരം ഉണ്ടാകുന്നത്? വാസ്തവത്തിൽ അങ്ങനെ തോന്നുന്നവരുടെ ഹൃദയത്തിലെന്തോ കാര്യമായ കറുത്ത പാടുകളുണ്ട് എന്ന് ആ പഴയ മനോഹരമായ കാലത്തെ കൂടുതൽ വിളക്കി ചേർക്കാനും സന്തോഷത്തോടെ കൈകോർക്കാനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.